ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. വാ വാ എണീക്ക്, സ്കൂളിൽ പോണ്ടേ? എടാ ചിന്നു, അനുക്കുട്ടി, വാ വാ എണീക്ക് എണീക്ക്. ആരും ഹോംവർക്ക് ഒന്നും ചെയ്ത് കാണത്തില്ലല്ലോ അല്ലേ? ചെയ്യല്ലേ കേട്ടോ. എവിടെ സയൻസ് നോട്ടൊക്കെ? ഒരു ബുക്ക് വെച്ചടത്ത് കാണത്തില്ല. കുറച്ച് ബുക്ക് അവിടെ, കുറച്ച് ബുക്ക് ഇവിടെ. ചാച്ചന്റെ നല്ല മക്കളല്ലേ? വാ എണീക്ക് എണീക്ക് എണീക്ക്. ആ ചാച്ചന് ഓഫീസിലും പോകാനുള്ളതാ. ബോക്സ് കാലി. പെൻസിൽ മൂർച്ച വരുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ വെക്കരുത് കേട്ടാ. ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ? ആ ശാരദ ടീച്ചർ ഇന്നലെ കൂടെ പറഞ്ഞോളൂ, മക്കള് നല്ലപോലെ ഹോംവർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എണീറ്റ അങ്ങനെ ഇതിങ്ങനെ താമസിച്ച എങ്ങനെയാണ്? നേരത്തെ എണീറ്റാ നേരത്തെ പോവാം. റെഡിയാകും. എടാ ചിനു, നോട്ട് ബുക്കിന്റെ പുറത്ത് സബ്ജക്റ്റിന്റെ ഹെഡിങ് എഴുതി. നീ എപ്പോഴാ ബാത്റൂമിലേക്ക് പോയത്? കുറച്ചു മുമ്പേ. അപ്പൊ അവിടെ കിടന്നതോ? ഞാനാ. അപ്പൊ ബാത്റൂമിലേക്ക് പോയതോ? അതും ഞാനാ. ഞാൻ നോക്കുമ്പോ 3 ആള് ഇവിടെ കിടപ്പുണ്ടല്ലോ. പിന്നെ നീ മാത്രം ബാത്റൂമിലേക്ക് പോയി ഞാൻ കണ്ടില്ലല്ലോ. എല്ലാരെയും കാണിച്ചോണ്ടാ ബാത്റൂമിൽ പോണേ. എന്താ ചാച്ചാ? അയ്യേ. ആ ഇനി ചാച്ചന്റെ മുന്നിൽ കൂടെ പോണ ഞങ്ങള് കണ്ടായിരുന്നല്ലോ. ചാച്ചന്റെ മനസ്സിപ്പോ ഇവിടെ ഒന്നും അല്ല അല്ലേ? ഇന്നാള് സ്കൂളിൽ വെച്ച് കണ്ട പിശാചിയായിരിക്കും. ആ ഉണ്ണിയേട്ടൻ വരുന്നതിന് മുമ്പ് കഴിച്ചോ? വേഗം കഴിക്കേ. പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത്. ഉണ്ണിയങ്കിൾ, ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടാ? നീ എന്റെ അടുത്ത് വിഴുങ്ങോ? ആ ചിലപ്പോ വിഴുങ്ങും. വിഴുങ്ങും വിഴുങ്ങും വിഴുങ്ങും. രാവിലെ തന്നെ തുടങ്ങി 1 2 പറഞ്ഞു. ആ ഒരു ഷീറ്റ് വന്നേ. ഉണ്ണിയേട്ടാ, ഞാനിന്ന് വരാൻ അല്പം വൈകും. എങ്ങോട്ട് പോകുന്നു? ഇന്ന് സൈറ്റാ. സൈറ്റാ? ആ സൈറ്റ് അല്ല, വർക്ക് സൈറ്റ്. ആ ഞാനില്ലാന്ന് കരുതി ആരും സന്തോഷിക്കൊന്നും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ഇരുന്ന് പഠിച്ചോളണം. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും വലിയ കാര്യമില്ല. ഒക്കെ പരുന്തുംകാലേ പോവാനുള്ളതാ. എന്താണ് വിളിച്ചേ? എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 40 പേര് മരിച്ചു. ഡ്രൈവർ എന്റെ സ്റ്റുഡന്റ് ആണ്.
ആരാ എന്റെ ഗ്ലാസ്സിലിരുന്ന് പാലെടുത്ത് കുടിച്ചത്? എന്താണോ എനിക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാല് സാമ്പാറായി. ഇക്കണക്കിന് നിന്റെ മുമ്പിൽ കുഞ്ഞി നിന്നാ നീ പിള്ളേരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം ഈ വാനരന്മാരോട്? എന്താ തന്റെ പ്രശ്നം? എന്റെ പാലടിച്ചു മാറ്റി. ആര്? ദേ മുമ്പിലിരിക്കല്ലേ, ചോദിച്ചു നോക്ക്. ആരാടാ പാലടിച്ച് മാറ്റിയത്? ഞങ്ങളല്ല. അയ്യോ, ഇന്നസെന്റ് ഡിസിപ്ലിൻ കണ്ണു മുടിച്ചിരിക്കുന്നുണ്ടില്ലയോ? ഇവരിലാരോ ആണ് പാല് സാമ്പാറാക്കിയത്. എടാ നീയാണോ? ചാച്ച ഞങ്ങൾ എടുത്തില്ല. ഉണ്ണിയങ്ങൾ പാല് കുടിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഒരു ഗ്ലാസ് പാലുകൂടി വേണേ ചോദിച്ചാ പോരെ? കൊതിയാ. ഞാൻ പറഞ്ഞ കൂടിപ്പോ. അതെ, ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. ഞാൻ അടുക്കളയിൽ പോയി പോൾ ചെയ്തോളാം. ആ അതാ നല്ലത്. ആ, ഇത് കഴിക്കാമല്ലോ. ഉണ്ണിയേട്ടാ. ആ നേരത്തെ വരണം, നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം. ചേച്ചി ഇന്ന് സ്കൂൾ ഉച്ചവരെ ഉള്ളൂ. ആ റെഡിയായോ? ആ ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എന്താന്ന് പറ. ബ്രാൻഡി. ആ വാങ്ങിച്ചു കൊട്, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും ചാച്ചാ. അയ്യോ, അസല് വിത്തുകള്. നീ വാ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ബിരിയാണി മതി. ആരാ അത് പറഞ്ഞത്? ഞാനാ. എന്താ നിന്റെ ശബ്ദത്തിന് ഇത്ര വെയിറ്റ്? അത് ബിരിയാണി ആയതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചാച്ചാ. അല്ലേനു? ടിനു, ആ ഡോറ് ക്ലോസ് ചെയ്ത് വേഗം വാ. ഒന്ന് വേഗം പാടോ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ കാത്തിരുന്ന് മുടി. ഡോ എവിടെ? ഡോ ഇവിടെ. എവിടെ? ഉച്ചയ്ക്ക് താൻ ആ ഷൺമുഖത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്. ബിരിയാണി അയാളുടെ കൊടുത്തുവിടാം. അവിടെ ആരും ഇല്ലല്ലോ. ആരോടാ രാറ്റ കാണിച്ചേ? വീടിന്. വീടിനോടോ? ആ വീടിന്. ഞങ്ങൾ പോയി കഴിഞ്ഞാ പാവം ഒറ്റയ്ക്കല്ലേ. അയ്യോ, കേറ് കേറ്. അയ്യോ, സൂക്ഷിച്ചു തുറക്കണ്ടേ. കേറ് കേറ്. ഡിസിപ്ലിൻഡ് വോയിസ്. ഓ, കാല് കാല്. ആ മേരിക്കുട്ടി, ഞാൻ ആനിയാ. ഞാൻ ബെന്നിയെ കണ്ടു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതേ, ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര ചൂടനാ. ഇല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു ബെന്നി അറിഞ്ഞാ വീട്ടിലറിയിക്കും, ഉറപ്പാന്നേ. അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ.